أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين صدق الله العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والحمد لله رب العالمين. സത്യവിശ്വാസികളെ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സൂറ അൽ ബഖറയിലെ 135 വചനമാണ് പാരായണം ചെയ്തത്. വഖാലു, അവർ പറയുന്നു, കൂനു ഹൂദൻ ഔ നസ്വാറ, നിങ്ങൾ ജൂതനാവുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാവുക, എങ്കിൽ നിങ്ങൾക്ക് ഋജുമാർഗം പ്രാപിക്കാം. ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ബൽ, അങ്ങനെയല്ല വേണ്ടത്, മില്ലത്ത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹീമിൻ്റെ മില്ലത്താണ് നമ്മൾ പിന്തുടരേണ്ടത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളിൽ പെട്ട ആളായിരുന്നില്ല. ഈ ലോജിക്ക് ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. ഖുർആൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബുദ്ധി ഉപയോഗിക്കണമെന്ന്, വിഡ്ഢികളാവരുതെന്ന്. ജാഗ്രത എന്നത് വളരെ പ്രധാനമാണ്. ഒരു വിശ്വാസിക്ക് ഒരു മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ കടിയേൽക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പം നിരന്തരമായി കടിയേൽക്കുന്ന ആൾ വിശ്വാസിയല്ല എന്നാണ് അതിനർത്ഥം. ഖുർആൻ തുടങ്ങുന്നത് തന്നെ നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വമ്മും ബുക്കുമുൻ ഓമ്യൻ ഫഹും ലാ യഖിലൂൻ, വിഡ്ഢികളാണവർ, അവർ ഒന്നും കേൾക്കില്ല, അന്ധരാണ്, ബധിരരാണ്, മൂകരാണ്. അഥവാ ഈ കണ്ണും ഇന്നസ്സമഅ വൽ ബസ്റ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഈ ചെവിയും കണ്ണും ഹൃദയമൊക്കെ വളരെ പവിത്രമായി അള്ളാഹു ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് മൃഗങ്ങളുടേത് പോലെയല്ല. അവർക്ക് ആ ഓർഗൻ ഉണ്ട്, പക്ഷേ ആ ഓർഗൻ്റെ കൃത്യമായ ഫങ്ഷൻ, കേവല ഫങ്ഷനാണ് അവർക്കുള്ളത്. അതിൻ്റെ കുറേ കൂടി ആഴത്തിലുള്ള ഫങ്ഷൻ നിങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്താണ്. നിങ്ങളിതുകൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. അത് ഐൻസ്റ്റീന് കൊടുത്ത ബ്രെയിൻ തന്നെയാണ് നമുക്കും അള്ളാഹു തന്നത്. അയാളത് ഉപയോഗപ്പെടുത്തി, നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ആ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഈ കാണുന്നതിനപ്പുറം ഉള്ള ഒരു കാഴ്ച കാണുമ്പോഴാണ് അതിനെ കാഴ്ചപ്പാട്, വിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നയനങ്ങൾക്ക് ഗോചരമായതല്ലാത്തത് കാണാനുള്ള ഒരു കഴിവ് ഹൃദയത്തിനുണ്ട്. സീയിങ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു വാച്ചിങ്. അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാഗ്വാദങ്ങൾ ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ വളരെ ബുദ്ധിപരമായ വാഗ്വാദങ്ങളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തുന്നത്. അഥവാ എനിക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും എന്ന് ഭരണാധികാരി പറയുമ്പോൾ അതിനെ ക്രോസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറ്റൊരു ക്വസ്റ്റ്യൻ കൊണ്ട് അതിനെ നേരിടുകയാണ് ചെയ്യുന്നത്. ശരി, നീയാണ് ദൈവം, കാരണം നിനക്ക് ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയും, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എൻ്റെ ദൈവത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവം നിന്നേക്കാൾ ശക്തനാണ്, കാരണം അദ്ദേഹമാണ് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്നത്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നിനക്ക് അങ്ങനെ ഒരു വാദമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ പടിഞ്ഞാറ് നിന്ന് സൂര്യനെ ഉദിപ്പിക്കൂ എന്നതാണ് മറു ചോദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നിരന്തരമായി ബുദ്ധിപരമായി ഏറ്റുമുട്ടിയ വ്യക്തികളായിരുന്നു പ്രവാചകന്മാർ എന്ന് പറയുന്നത്. നഖീബുൽ അത്താസ് എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ, വലിയൊരു ഫിലോസഫർ ലോകത്തിന് 2026 നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹം പാശ്ചാത്യൻ ഇൻ്റലക്ച്വൽ ഹെജിമണിയെ ഗംഭീരമായി ഫേസ് ചെയ്ത ഒരു മഹാബുദ്ധിജീവിയായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വലിയ ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിസന്ധി രാഷ്ട്രീയ ദൗർബല്യമല്ല, മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിസന്ധി അദബിൻ്റെ നഷ്ടമാണ് എന്നതാണ്.
അദബിൻ്റെ നഷ്ടം. അദബിനെ സാഹിത്യം എന്നർത്ഥമുണ്ട്. സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളും കളഞ്ഞ് അതിനെ സംസ്കരിക്കുമ്പോഴാണ് സാഹിത്യമായിട്ട് മാറുന്നത്, കവിതയായി മാറുന്നത്. അതിലെ അരുതാത്തത്, ആവശ്യമില്ലാത്തത് കളയുമ്പോൾ അതിൻ്റെ ക്രീം, അതിൻ്റെ സത്ത്, അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദബിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. സംസ്കാരം എന്ന ഒരർത്ഥമുണ്ട്, അച്ചടക്കം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇവിടെയൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളത് അദബിൻ്റെ നഷ്ടമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അദബില്ലാത്ത ഭവനങ്ങളിൽ വളരുന്ന മക്കൾ, അദബില്ലാത്ത ഭവനം തന്നെ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നതാണ്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജൂത ക്രൈസ്തവരോട് പറയാൻ വേണ്ടി പറയാണ്. ജൂത ക്രൈസ്തവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കൂ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജൂതനാകൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നതാണ്. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മറികടക്കുന്നത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ രക്ഷപ്പെടാമെന്നല്ല. നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് അബ്രഹാം പ്രവാചകനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഇബ്രാഹീമിൽ വിശ്വസിക്കാം. ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ, അദ്ദേഹം ഋജുമാനസനായിരുന്നു, അദ്ദേഹം സത്യസന്ധനായിരുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നല്ലോ. ആ ഇബ്രാഹിമിനെ കുറിച്ച് നിങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. അബ്രഹാം പ്രവാചകൻ നിങ്ങളുടെയും പ്രവാചകനാണല്ലോ, നമുക്ക് അദ്ദേഹത്തെ പിൻപറ്റാം. ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ഷിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അങ്കബൂത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ അങ്കബൂത്തിൽ ഷിർക്കിനെ ഗംഭീരമായി ട്രോളുന്നുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതിൽ അല്ലാഹു പറയുന്നത്, ഈ ഷിർക്ക് എന്ന് പറയുന്നത് ചിലന്തിയുടെ വീട് പോലെയാണെന്ന് അല്ലാഹു പറയുന്നത്. ചിലന്തിയുടെ വീട്, അതൊരു മായിക ഭാവം അതിനുണ്ട്, ഒരു ഭ്രമാത്മക സുരക്ഷ നമുക്ക് തോന്നും. പക്ഷേ അടിസ്ഥാനപരമായി വ ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, വളരെ ഈ ഭൂമിയിലെ ഏറ്റവും ദുർബലമായ ഭവനമാണ് ചിലന്തിയുടെ ഭവനം. അതുപോലെയാണ് ഷിർക്ക്. കാഴ്ചക്ക് യേശുവിനെ ദൈവമായി പ്രചരിപ്പിക്കുന്നവർ, അല്ലെങ്കിൽ ഈസയെ ദൈവപുത്രനായി അവതരിപ്പിക്കുന്നവർ, ഉസൈറിനെ ദൈവപുത്രനായി അവതരിപ്പിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ധാരാളമായി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ, അവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ വലിയ ടീമാണ്, വലിയ സംഭവമാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോകും. അതിൻ്റെ അടുത്തേക്ക് ചെന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതിൽ കാര്യമൊന്നുമില്ല എന്ന്. വ ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഖലീലുള്ള ആണ് എന്നതാണ്. ഖലീലുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അള്ളാഹുവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാകാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വേണ്ടത് ഈ ഷിർക്ക് എന്ന് പറയുന്ന ഗുരുതരമായ പാപം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക മൻ യശാ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അള്ളാഹു ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാത്തതാണ് ഷിർക്ക്. ഷിർക്കിൻ്റെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങളുണ്ട്. ആ വകഭേദങ്ങളിൽ നിന്നൊക്കെ എല്ലാ കെട്ടുകളും പൊട്ടിച്ച് കളയണം. എൻ്റെ ശരീരത്തിൽ ഷിർക്കിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ സംഭാഷണത്തിൽ ഷിർക്കിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സൂറ യൂസുഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും യുശ്രികൂൻ, അധിക പേരും മുഅ്മിനീങ്ങളാണ്, പക്ഷേ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ്. ഇപ്പം ഷിർക്ക് എന്ന് പറയുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംല്, ഉറുമ്പിൻ്റെ കാലിനേക്കാൾ ചെറുതാണെന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് കാണില്ല എന്ന്. എന്നിൽ ഷിർക്കുണ്ടോ, എൻ്റെ വിശ്വാസത്തിൽ ഷിർക്കുണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വീട്ടിൽ ഇടയ്ക്കിടെ പ്രയാസങ്ങൾ വരുമ്പോൾ വെറുതെ ഒരു ചിന്ത വരും, എന്തായിരിക്കും ഇത് ഭൗതികമായ പ്രശ്നമല്ല, മറ്റെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് ചോദിക്കാം. ഒരു ബിൽഡിംഗ്, വലിയ ബിൽഡിംഗ് ആണ്, ഒരു വലിയ സിറ്റിയിലാണ് ആ ബിൽഡിംഗ് നിൽക്കുന്നത്. അതിലെ നല്ല 5 വക്ത് നമസ്കരിക്കുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, അത് വിറ്റുപോകുന്നില്ല. നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എല്ലാം നേർന്നു. അപ്പോൾ കന്നിമൂലക്കാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പോൾ കന്നിമൂലയിൽ ഒരു കോണിയുണ്ട്, ആ കോണിയാണ് പ്രശ്നം. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അത് മൂടി വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നമ്മുടെ ഇടയിൽ എന്തെങ്കിലും അതിന് പരിഹാരമുണ്ടോ എന്ന്.
ഇതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങൾ നമ്മുടെയൊക്കെ വീട്ടകത്ത്, പ്രത്യേകിച്ച് സഹോദരിമാർക്കിടയിലാണ് ഇത് വ്യാപകമായുള്ളത്. എന്തുകൊണ്ടാണ് സഹോദരിമാർ ഷിർക്കിന് അടിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അവർക്ക് ഇൽമ ലഭിക്കാനുള്ള, ഇൽമുൽ യഖീൻ ലഭിക്കാനുള്ള അവസരങ്ങൾ, നാഖിസാത്തു അഖ്ലിൻ വദീനിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അർത്ഥത്തിലുള്ള സഹോദരിമാരെ വിമർശനാത്മകമായി ഉന്നയിക്കുന്നുണ്ട്. നാഖിസാത്തു അഖ്ലിൻ, ബുദ്ധി കാര്യമായി ഉപയോഗപ്പെടുത്താത്ത, ദീനിനെ കാര്യമായി കൊണ്ടുപോകാത്ത ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വ്യാപകമായ എല്ലാ സ്ത്രീകളും എന്ന അർത്ഥത്തിലല്ല. പൊതുവെ സ്ത്രീകൾക്ക് ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറില്ല. നിങ്ങൾ നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നുദിയ സ്വലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ജുമുഅക്ക് നിങ്ങൾ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞത് ആണുങ്ങളോടാണെന്ന് ആരാണ് പറഞ്ഞത്? ഈ ജുമുഅ എന്ന സംവിധാനം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് മാത്രമല്ലല്ലോ, ഇതിനു മുമ്പുള്ളവർക്കും ജുമുഅ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് അലിംതും, നിങ്ങൾക്കറിയാം എന്നാണ് ജുമുഅയെക്കുറിച്ച് പറയുന്നത്. ജൂതന്മാരുടെ ജുമുഅ ദിവസം, വലഖദ് അലിംതും അല്ലദീന ഇഅ്തദൗ മിൻകും ഫിസ്സബ്ത്, അവരുടെ ജുമുഅ ഡേ അത് സാറ്റർഡേ ആയിരുന്നു. ക്രൈസ്തവർക്ക് ഞായറാഴ്ചയായിരുന്നു. നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ പ്രവാചകന്മാർക്കും ഇത്തരം ജുമുഅകൾ, സംവിധാനങ്ങളുണ്ടായിരുന്നു. അവർ ആ ദിവസത്തെ അവഗണിച്ചപ്പോൾ എന്താണ് അവർക്ക് കൊടുത്ത പണിഷ്മെൻ്റ് നിങ്ങൾക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജൂത സമൂഹത്തിന് അഥവാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽ ജുമുഅ എന്നത് സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു, നിർബന്ധമായിരുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ ജുമുഅ അവിടുത്തെ സ്ത്രീകൾക്ക് കൂടി ഉണ്ടായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുമുഅയിൽ സ്ത്രീകൾ വേണ്ട എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. ഇളവ് അനുവദിച്ചവരുടെ കൂട്ടത്തിൽ അവരുണ്ട് എന്നാണ്. ഇളവ് അനുവദിച്ചവർ, ഒരു പണിയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിമഗ്നമായി ഇരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുനരാലോചിക്കണം. ഇത് ജുമുഅ ദിവസമാണ്. ഇമാം ഷാഫി പറയുന്നത് ജുമുഅ കഴിയുന്നതുവരെ സ്ത്രീകൾ നമസ്കാരം ദുഹർ നമസ്കരിക്കാൻ പാടില്ല എന്നാണ്. കാരണം അവർക്ക് അതിനു മുമ്പ് അവരുടെ പ്രതിബന്ധങ്ങൾ അവസാനിച്ച് ജുമുഅക്ക് എത്താൻ പറ്റുമെങ്കിൽ അൽ-ഇത്യാനു ഖൈറുൽ ലഹുന്ന, അവർക്ക് വരലാണ് ഏറ്റവും ഉത്തമമെന്നാണ്. അനന്തരം ഒരു പെൺകുട്ടി മസ്ജിദുകൾ തേടി പുറപ്പെട്ടു എന്ന ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അനന്തരം ഒരു പെൺകുട്ടി മസ്ജിദുകൾ തേടി പുറപ്പെട്ടു. അതിൽ തൻ്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ഹറമിലെ, മക്കയിലെ ഹറമ് വരെയുള്ള യാത്രയാണ് അവർ പങ്കുവയ്ക്കുന്നത്. അതിൽ അവർ പറയുന്നത്, ഈ പള്ളി, ഹറം, ആ ഹറമിൻ്റെ ഏറ്റവും പവിത്രമായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത അനവധി സേവനങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം കഅബക്കാണല്ലോ. ആ കഅബയുടെ സംരക്ഷണം ആർക്കായിരുന്നു? രണ്ടു കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതിട്ട് ഒരു മുസല്ലയും ഇട്ട് അവിടെ നിസ്കരിച്ചിരിക്കുകയായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 1,00,000 പ്രതിഫലം ലഭിക്കുന്ന അവിടുത്തെ ആ പ്രതിഫലം ആഗ്രഹിച്ച് അവിടെ തന്നെ ഇരുന്ന് ആത്മീയമായി നിർവൃതി കൊള്ളുകയായിരുന്നില്ല. അദ്ദേഹം നിരന്തരമായി ഭരണാധികാരിയോട് ഏറ്റുമുട്ടുന്നു. അദ്ദേഹം സ്വന്തം വീട്ടിലെ പിതാവിൻ്റെ ശിർക്കിനോട് ഏറ്റുമുട്ടുന്നു. നാട്ടിലെ എല്ലാവിധ അധർമ്മങ്ങളോടും ഏറ്റുമുട്ടുന്ന ഒരു മനോഹരമായ, ഒരു നട്ടെല്ലു നിവർത്തി അധർമ്മത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമരസേനാനിയെ, ഒരു സമരനായകനെ, അധർമ്മത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല സത്യവിശ്വാസിയെ നമ്മൾ കാണുന്നു. നിങ്ങൾ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഈ വ്യക്തിയെ പിൻപറ്റുന്നതാണ് നമ്മളോട് അള്ളാഹു പറയുന്നത്. മുഹമ്മദ് റസൂലിനോട് പറയുന്നത് അദ്ദേഹത്തെ ഫോളോ ചെയ്യണമെന്നാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവർ ഇത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട, അണ്ടർലൈൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട എന്തായിരുന്നു ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് തന്നെ മഖാമു ഇബ്രാഹിം വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. കഅബയുടെ ചുറ്റും അനവധി ആയാത്തുൻ ബയ്യിനാത്ത്, ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്, അനവധി ദൃഷ്ടാന്തങ്ങൾ. സഫയുണ്ട്, മർവയുണ്ട്, ഹജറുൽ അസ്വദ് ഉണ്ട്, മഖാമു ഇബ്രാഹിം ഉണ്ട്. ഈ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ എന്താ?
ഇബ്രാഹിം നബി ഒരു പാറയുടെ പുറത്ത് കയറി നിൽക്കുകയാണ് കഅബ പണിയുന്ന സമയത്ത്. ഈ പാറ അത്ഭുതകരമായി ഒരു ലാവ പോലെയാവുകയും ഇബ്രാഹിം നബിയുടെ ഫുട് പ്രിൻ്റ് അവിടെ പതിയുകയും ചെയ്തൊരു മാജിക് ഇന്നും അവിടെ പോയാൽ കാണാം. ഒരു ചില്ലുകൂട്ടിലതുണ്ട്, ആ 2 സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് നിലപാടുള്ള ഒരു വ്യക്തി അത് പഠിപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നത്. കാല് എന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ്. If you want to leave your footprint on the sands of time, don't drag your feet. നിന്റെ ഫുട്പ്രിൻ്റ് കാലത്തിൻ്റെ മണൽത്തരികളിൽ സ്റ്റെപ്പ് ഇങ്ങനെ പതിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വലിച്ച് നടന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കാണാൻ പറ്റില്ല. ഫുട്പ്രിൻ്റ് കാണണമെങ്കിൽ ഉറച്ച നിലപാടുമാണ്. ഈ നിലപാട് എന്നത് നഷ്ടപ്പെട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വീട്ടകത്തൊരു പ്രശ്നമുണ്ടല്ലോ, ലൗകാനത്തിൽ ആലിഹത്തു ഇല്ലല്ലാ ലഫസദത്ത. ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് ഒന്നിലധികം ഈശ്വരന്മാരുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇത് താറുമാറായേനെന്ന്. അതുകൊണ്ട് എല്ലാത്തിനും ലീഡർ 2 ആളുണ്ടാവാൻ പാടില്ല. ഒരു സ്കൂളിന് 2 പ്രിൻസിപ്പൾ ഇല്ലല്ലോ, ഒരു രാജ്യത്ത് 2 പ്രൈം മിനിസ്റ്റർമാരില്ലല്ലോ. ഒരു പ്രൈം മിനിസ്റ്ററെ അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്ററേ ഉള്ളൂ. 2 വഞ്ചിക്കാരൻ ഉണ്ടെങ്കിൽ അവസ്ഥ എന്താണ്? എന്നതുപോലെ ഈ പ്രപഞ്ചത്തിന് 2 ഈശ്വരന്മാരുണ്ടെങ്കിൽ തന്നെ പ്രശ്നമാകുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. നമ്മുടെ വീട്ടിലും അങ്ങനെ 2 ഭർത്താക്കന്മാരുണ്ടാവരുത്. ഒന്നുകിൽ നീ ആ പണി ചെയ്യുക, അല്ലെങ്കിൽ വൈഫിനെ ഏൽപ്പിക്കുക. നീ പറഞ്ഞോ ഞാൻ കേട്ടോളാം എന്ന് പറയാം. 2 ഭർത്താക്കന്മാർ, 2 ലീഡേഴ്സ് നമ്മുടെയൊക്കെ വീട്ടകത്തുണ്ട് എന്നത് വലിയൊരു പ്രശ്നമാണത്. അവിടെയൊക്കെ നിലപാട്, നമ്മുടെ ഫുട്പ്രിൻ്റ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഈ നിലപാടില്ലാതെ വരുമ്പോൾ ആകെ അവ്യവസ്ഥയായി തീരും. അതുകൊണ്ട് നഖീബുൽ അത്താസിനെ ഞാൻ നേരത്തെ കോട്ട് ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഈ അദബ് നമ്മുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു എന്നതാണ്. ഏതായാലും മഖാമു ഇബ്രാഹിം എന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിലപാടിനെ ദ്യോതിപ്പിക്കുന്ന വളരെ വലിയ ഒരു സന്ദേശമാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആരുടെ മുമ്പിലും തലകുനിക്കാത്ത, കാരണം അദ്ദേഹം അള്ളാഹുവിൽ ഖലീലുള്ളയാണ്, അള്ളാഹുവിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അടുത്ത സുഹൃത്താകുമ്പോൾ സ്വാഭാവികമായും മറ്റാരെയും പരിഗണിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല, മറ്റാരെയും അമിതമായ വിധേയത്വം അദ്ദേഹത്തിന് തോന്നുന്നില്ല. ഈ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ മനുഷ്യനാണല്ലോ, ആദ്യത്തെ പ്രവാചകനാണല്ലോ. അപ്പോൾ അള്ളാഹു എന്താണ് ചെയ്യേണ്ടത്? ഒരു അത്ഭുത ജീവിയായിട്ടാണ് ഇബ്രാഹിം നബിയെ, ആദം നബിയെ പരിചയപ്പെടുത്തേണ്ടത്. പക്ഷേ ഖുർആൻ നിങ്ങൾ വായിച്ചു നോക്കൂ, വളരെ ചെറിയൊരു കാര്യം പോലും അതിൽ അശ്രദ്ധ സംഭവിച്ചു എന്നാണ് ആദ്യത്തെ മനുഷ്യനെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബന ലലംനാ അൻഫുസന, ഞാൻ അക്രമം ചെയ്തു പോയി, പുറത്തുതരണം റബ്ബെ, എന്നോട് നീ ഒരു ആക്ഷനും എനിക്കെതിരെ എടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദുർബലനായ വ്യക്തിയായിട്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ആ പഴം പറിക്കരുത്, അല്ലെങ്കിൽ ലാ തഖ്റബ ഹാദിഹി ഷജറ, അത് ആദമിനോട് മാത്രമല്ല ഭാര്യയോടും പറയുന്നത്, 2 പേരും അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അവർ 2 പേരും അത് ചെയ്തു. പക്ഷെ അള്ളാഹു അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ആദമു റബ്ബഹു എന്ന് പറയുന്നുണ്ട്. ആദം തൻ്റെ രക്ഷിതാവിനെ ധിക്കരിച്ചു എന്നാണ് അതിൻ്റെ പച്ചമലയാളം. ഇത് ഖുർആനിലെ ആയത്താണ്. പക്ഷെ അവിടെ ഹവ്വയെ പറയുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഹവ്വയെയല്ല കുറ്റപ്പെടുത്തുന്നത്, ആദമിനെയാണ് അവിടെ കുറ്റപ്പെടുത്തുന്നത്. ഇനി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഒരു ആളെ കൊന്നുപോയി ബൈ മിസ്റ്റേക്ക്, റബ്ബി ഇന്നി ലലംതു നഫ്സി ഫഗ്ഫിർലി, ഞാൻ വലിയ അക്രമം ചെയ്തു പോയി, എന്നോട് പുറത്തു തരണമേ. ഒരു പ്രവാചകനെ മത്സ്യം തന്നെ പിടിച്ചു വിഴുങ്ങുന്നുണ്ട്, മത്സ്യം പിടിച്ചു വിഴുങ്ങുന്നുണ്ട്. ആ പ്രവാചകൻ ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയി റബ്ബേ, എനിക്ക് പുറത്തു തരണം. അങ്ങനെ മത്സ്യം അദ്ദേഹത്തെ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് തുപ്പുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു ഒരു മഹാവ്യക്തിത്വങ്ങളായി പറയുമ്പോൾ തന്നെ അവർക്ക് ജീവിതത്തിൽ സംഭവിച്ച സ്ഖലിതങ്ങളെ കൂടി, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് പുത്രവാത്സല്യം അമിതമായിരുന്നു. അങ്ങനെ കാഫിറായി വെള്ളപ്പൊക്കത്തിൽ ചത്തുപോകേണ്ട ആ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് റബ്ബെ എൻ്റെ മോനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹുവിൽ ദേഷ്യപ്പെടുന്നുണ്ട്, നൂഹേ നീ ജാഹിലിയങ്ങളെ പോലെ സംസാരിക്കരുത്,
ഈ നാട്ടിലെ മുഴുവൻ കാഫിറുകളും മരിക്കാൻ പോകുമ്പോൾ നിന്റെ മോനെ മാത്രം രക്ഷിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അതിനുള്ളത് എന്ന് നൂഹിനോട് ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹുവേ നീ എന്നോട് പുറത്തു തരണമേ എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ലൂത്ത്, നൂഹ് ഈ രണ്ട് പ്രവാചകന്മാരുടെയും ഭാര്യമാർ മുസ്ലിങ്ങളായിരുന്നില്ല എന്നത് എന്താണ് എന്ന് ഖുർആൻ പറയും. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഇവരൊക്കെ സിട്ടികളാണ്, ഒരു സിട്ടാവേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും ഇടയ്ക്ക് ഈ സിട്ടിയോട് പ്രാർത്ഥിക്കാൻ തോന്നിപ്പോകരുത്. ഇടയ്ക്ക് ഈ സിട്ടിയോട് ഒരു തരം ഒരു അമിതമായ അതിഭാവുകത്വം നിങ്ങൾക്ക് തോന്നും. ഇവരൊക്കെ സിട്ടികളാണ്, സിട്ടാവ് ഒന്നേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. ഏറ്റവും മഹാനായ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന് സംഭവിച്ച ഒരു ചെറിയ അശ്രദ്ധ, അന്ധൻ വന്നപ്പോൾ അശ്രദ്ധ കാണിച്ചപ്പോൾ 16 ആയത്തുകൾ ഇറങ്ങുന്നത്. അത് മഹാപ്രവാചകന്റെ മഹത്വം, മൗലിദ്, പ്രവാചകന്റെ പ്രകീർത്തനങ്ങളല്ല. അത് താങ്കളാ ചെയ്തത്. ആ ബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു എന്നർത്ഥം. വത്തവല്ല, പിന്തിരിഞ്ഞു. അൻജാഅഹുൽ-അഅ്മ, ആ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തി വന്നപ്പോൾ എന്തിനാ താങ്കൾ അങ്ങനെ ചെയ്തത്? ഒരു പാവപ്പെട്ട അന്ധനായ ഒരു വ്യക്തി വന്നപ്പോൾ താങ്കൾ മുഖം ചുളിച്ചു, പിന്തിരിഞ്ഞു. വമായുദ്രീക, താങ്കൾക്ക് എന്തറിയാം? ലഅല്ലഹു യസ്സക്ക അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ. ആ സമ്പന്നന്മാർ വന്നപ്പോൾ താങ്കൾ അവരെ പ്രത്യേകമായി പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ. ഇതൊക്കെ റസൂലിൻ്റെ പ്രകീർത്തനങ്ങളല്ല. ഇത് മദീന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വഫാത്തായി കിടക്കുന്നു. റസൂൽ ഇമാം ഇവിടെ ഓതുന്നത് ഈ ആയത്താണ്. അബസവത്തവല്ല, അവിടുത്തെ ഇമാംമാർ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഈ അബസ ഇവിടെ ഓതാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ എന്തിനാണ് അള്ളാഹു ഇതൊക്കെ ഖുർആനിൽ പറയുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ഏകനായ അള്ളാഹു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊരാളുമില്ല, ലാ ഇലാഹ, അവൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു വിശ്വാസം, ഇത് ഇബ്രാഹിം നബിയുടെ അല്ലാഹു അക്ബർ. നമ്മൾ ഇന്നലെ ധാരാളമായി തക്ബീർ ചൊല്ലി. ഇന്ന് ചൊല്ലണം, നാളെ ചൊല്ലണം, മറ്റന്നാൾ ചൊല്ലണം, അസ്ർ വരെ നിരന്തരമായി. ദുൽഹജ്ജ് 11, 12, 13 നിരന്തരമായി തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്തിനാണ് ഈ തക്ബീർ? ഈ അല്ലാഹു അക്ബർ എന്നത് ആണ്ടിറങ്ങാൻ വേണ്ടിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുന്നത് എന്തിനാണ്? ഈ ചരിത്രം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചരിത്രവും പാരമ്പര്യവും പൈതൃകവും അത് അടിസ്ഥാനപരമായി സാംസ്കാരിക മൂലധനമാണ്. ഈ സാംസ്കാരിക മൂലധനം ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, നിലനിൽപ്പിന് വളരെ പ്രധാനമാണ്. യോഗിയും മോഡിയും അതുപോലെ ട്രംപുമൊക്കെ ഈ അർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗസയിൽ പെരുന്നാളിൻ്റെ തലേന്നാണ് ബോംബിടുന്നത്. ലബനാനിൽ അങ്ങനെയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. എന്തിനാണ്? നമ്മളെ ഭയപ്പെടുത്താൻ. നിങ്ങൾ പേടിച്ച് ജീവിക്കുക, നിങ്ങൾ അടിമകളായി ജീവിക്കുക, നിങ്ങൾ പ്രതികരിക്കരുത്. ഇതിനുവേണ്ടിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെതിരെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ, ശക്തി സംഭരിക്കണമെങ്കിൽ ഈ ചരിത്രാവബോധം വളരെ പ്രധാനമാണ്. ഈ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്നത് വളരെ പ്രധാനമാണ്. അതിനാണ് വർഷത്തിൽ ഇബ്രാഹിം നബിയെ ഇങ്ങനെ ഓർക്കാൻ വേണ്ടി പറയുന്നത്, നമ്മളോട് ബലിയെറുക്കാൻ വേണ്ടി പറയുന്നത്, ഇസ്മായിലിനെ ഓർക്കാൻ വേണ്ടി പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ധാരാളമായി സംസാരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ അർത്ഥത്തിൽ അധർമ്മത്തിനെതിരെ പ്രതികരിച്ച വ്യക്തിയാണ്, തിന്മയ്ക്കെതിരെ പ്രതികരിച്ച വ്യക്തിയാണ്. അല്ലാഹു എന്നത് അതിശക്തമായി ഉള്ളിൽ ആണ്ടിറക്കിയ അല്ലെങ്കിൽ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു പ്രവാചകനാണ്. തന്നെ തീയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അദ്ദേഹം ഒരു ഭാവപ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് വലനബുലുവന്നക്കും എന്നാണ് ഖുർആൻ്റെ പ്രയോഗം. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഞാനടക്കമുള്ള ഒരാളും അതിന് രക്ഷപ്പെടില്ല എന്നാണ്. സ്മൂത്തായിട്ട് ഇവിടെ പോകാൻ പറ്റില്ല എന്നാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫി കബദ്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് തന്നെ ഈ പരീക്ഷണ, ഈ പെയിൻഫുള്ളായ ഒരു അവസ്ഥയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അള്ളാഹു പറയുന്നത്. പെയിൻ അനുഭവിക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ്.
ഈ വേദന നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ എന്നതാണ്. ഈ വേദനകൾ വരുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട നിലപാടെന്താണ്? നിങ്ങളുടെ നിലപാട് അല്ലാഹു മതി എന്നൊരു നിലപാടാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആ ക്ഷമ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ക്ഷമ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അതിജാഗ്രത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന അനവധി പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അദ്ദേഹം ഇമാമുന്നാസ് ആയിരുന്നു. ഇമാമുന്നാസ് എന്ന് പറഞ്ഞാൽ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അന്നാസ് എന്ന് പറയുന്നത് സത്യവിശ്വാസി എന്നല്ല അതിനർത്ഥം. അന്നാസ് എന്ന് പറഞ്ഞാൽ കള്ളുകൂടിയന്മാരുണ്ടാവും, അക്രമികളുണ്ടാവും, ക്രിമിനലുകളൊക്കെ അവരൊക്കെ നേതാവായിരുന്നു എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ ചില ഉസ്താദന്മാരുണ്ട്, ആ ഉസ്താദന്മാർ അനുയായികൾ മുത്തക്കീങ്ങൾ മാത്രവും, പ്രത്യേക വേഷം പ്രത്യേക സ്റ്റൈലിൽ അവർ മാത്രമായിരിക്കും, മറ്റവരെ കണ്ടാൽ മുണ്ടില്ല. മുഹമ്മദ് നബി അങ്ങനെ ആയിരുന്നില്ല. കാഫിറായ മൂത്താപ്പയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ആ മൂത്താപ്പ മരിച്ചു പോകുമ്പോൾ കരഞ്ഞ ഒരു നബിയാണ് നമുക്കുള്ളത്. എന്തിനാണെന്നറിയോ? അവസാനം പടയെങ്കിൽ ജൂതൻ്റെ കയ്യിൽ പണയപ്പെടുത്തിയത് അദ്ദേഹം ആ നാട്ടിലെ ഭരണാധികാരിയല്ലേ. അബൂബക്കറിനും ഉമറിനൊന്നും ഇത് കൊടുത്താൽ കിട്ടില്ല. ഇതൊക്കെ ഒരു വലിയൊരു സിമ്പലാണ്. ഒരു ജൂതൻ്റെ മയ്യത്ത് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അതാണ് ഒരു സോഷ്യൽ ബീയിങ് എന്ന അർത്ഥത്തിൽ. ആ ഒരു കോമൺ സെൻസ് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. അവരെ കണ്ടാമുണ്ടത് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അന്നാസിനെ കാണുമ്പോൾ മുഖം ചരിക്കരുതെന്ന് ഖുർആൻ്റെ കൽപ്പനയുണ്ട്. അന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യവിശ്വാസി എന്നല്ല. ഒരാളെ കണ്ടാൽ മുഖം ചരിക്കാൻ പാടില്ല, മാന്യമായി ഫേസ് ചെയ്യണം, ചിരിക്കണം. ഈ ഖുർആനിലൊരു മനോഹരമായ ഒരു ചിത്രം എന്താണെന്നറിയോ? അക്രമികളുടെ പ്രതിപക്ഷ ലീഡേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഉദ്ധരിക്കുന്നു എന്നതാണ് ഖുർആൻ്റെ പ്രത്യേകത. വഖാല ഫിറഔൻ എന്ന ക്രിമിനൽ ഇങ്ങനെ പറയുന്നു. എന്തിനാണ് അല്ലാഹു അത് എടുത്ത് ഉദ്ധരിക്കുന്നത്? ശൈത്താൻ ഇങ്ങനെ വാദമുണ്ട്. ശൈത്താൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഖുർആൻ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. എന്തിനത് എടുത്ത് പറയുന്നത്? അതാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ ആ അർത്ഥത്തിൽ പഠിക്കാൻ സാധിക്കണം. അവസാനമായി ഒരു കാര്യം, സൂറ അൽ ബഖറയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വർത്തമാനം പറയുന്നിടത്ത് പറയുന്ന വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട്. ചിലർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ എന്ന് മാത്രം പ്രാർത്ഥിക്കും, ദുനിയാവിൽ എനിക്ക് തരണമേ. അവർ ആഖിറത്തിനെ കുറിച്ച് പറയില്ല എന്നാണ്. വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണമേ, ആഖിറത്തിൽ ഹസനത്ത് തരണമേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്തീസ്റ്റുകളും മതനിഷേധികളൊക്കെ പറയുന്നത് നിങ്ങളൊരു സ്വർഗം പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുകയാണ്, ഒക്കെ സ്വർഗത്തിൽ കിട്ടുമെന്ന് അല്ല. ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, നല്ല മനുഷ്യർക്ക് ദുനിയാവിൽ കൊടുക്കുന്ന അല്ലാഹു പറയുന്നത്. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന. മറ്റൊരായത്ത് ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ ഞാൻ അവർക്ക് പ്രത്യേകം ബുഷ്റ നൽകുന്നു. ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത. അബൂദർദ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂൽ എന്താണ് ഈ ബുഷ്റ? ഹിയ റുയ അസ്വാലിഹ, ബ്യൂട്ടിഫുൾ ഡ്രീംസ് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു. അത് വിശ്വാസിക്ക് ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന സന്തോഷമാണെന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുനിയാവിൽ എന്താ കിട്ടിയത്? അനവധി കിട്ടി. ഒന്ന്, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു കുഞ്ഞിനെ തരണേന്ന്, കുഞ്ഞിനെ കൊടുത്തു. ഒന്നാ കിട്ടിയത്? 2 കുട്ടികളെ കൊടുത്തു. തീർന്നില്ല, ആ 2 കുട്ടികളെയും പ്രവാചകന്മാരാക്കി. അവസാനിച്ചില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ജാഇലുക ലിന്നാസി ഇമാമ, ലീഡറാക്കി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീ കുണ്ടത്തിലേക്ക് എറിഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഞാൻ കൂനി ബർദൻ വസ്സലാമൻ അല ഇബ്രാഹിം നബി അവിടുന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ എഴുന്നേറ്റ് വരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇബ്രാഹിം നബിയുടെ സഹോദരപുത്രൻ ലൂത്തിനെ സദൂം ഗോത്രത്തിലെ ഭരണാധികാരിയാക്കി. ഗംഭീരമായ ഒരു ഇമേജ്, നമുക്കൊന്നും അറിയാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു ഇമേജ് ഉണ്ട്. ഇവരെ തീകുണ്ടത്തിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയാണ്ട് അവസാനിപ്പിക്കുകയാണല്ലോ സാധാരണ ഉസ്താദ്മാർ ചെയ്യൽ. അതിനുശേഷം ഒരു ഇബ്രാഹിം നബിയുണ്ട്. ആ തീകുണ്ടിൽ നിന്ന് എണീറ്റിട്ട് പിന്നെ എന്തുണ്ടായിരുന്നു? പിന്നെ അവിടെ പലതും ഉണ്ടായി. പിന്നീട് ഇബ്രാഹിം ഭരണാധികാരിയായി. ഒരു ഭാഗത്ത് ഇസ്ഹാക്കിനെ ഏൽപ്പിക്കുന്നുണ്ട്, ഇസ്മായിലിനെ മറ്റൊരു ഭൂപ്രദേശം ഏൽപ്പിക്കുന്നുണ്ട്, ലൂത്തിനെ മറ്റൊരു. ഇതിൻ്റെയൊക്കെ കേന്ദ്രമായി
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരൊക്കെ നിയന്ത്രിക്കുന്ന മനോഹരമായ മറ്റൊരു ചിത്രമുണ്ട്. ആ ചിത്രം പറയുന്നതിൽ താല്പര്യ കക്ഷികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മതത്തെക്കുറിച്ചുള്ള പാരമ്പര്യമായ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് കാഴ്ചപ്പാടുണ്ടാക്കുന്നത് അത് തകരും ഇത് പറഞ്ഞാൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവർ പറയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുടെ മഹത്വം പറയുമ്പോൾ മുത്ത് റസൂൽ ഒരു രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു, അങ്ങനൊരു സുന്നത്തില്ലേ, ആ സുന്നത്ത് എടുക്കില്ല. അത് സുന്നത്ത്. ബാക്കി സുന്നത്തുകൾ നബിയുടെ താടി, നബി ജീവിതം 13 വർഷം മക്കയിൽ, ബാക്കി 10 വർഷവും ഒരു രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു. അവിടെ കുറേ സുന്നത്തുകൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് മറക്കുകയും അഫതുമിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. നിങ്ങളുടെ കാര്യം വലിയ ആശ്ചര്യമാണ്. നിങ്ങൾ ഖുർആനിലെ ചിലത് മാത്രം വിശ്വസിക്കുന്നു, ബാക്കി മൂടി വച്ചിരിക്കുകയാണല്ലേ കള്ളന്മാരെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം എന്ന മഹാനായ പ്രവാചകനെ ഓർക്കുമ്പോൾ അത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വിശുദ്ധ ഖുർആൻ വായിക്കുക എന്നതാണ്. നാളെ പരലോകത്ത് കിട്ടുന്നല്ല, ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ ബ്യൂട്ടിഫുൾ ലൈഫ് നൽകും. ഖുർആൻ ദുനിയാവിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് ദുനിയാവ് മുഅ്മിനീങ്ങൾക്കൊന്നും കൊടുക്കില്ല എന്നൊന്നല്ല, മുഅ്മിനീങ്ങൾക്കൊക്കെ തരും, ദുനിയാവിലും തരും. അതുകൊണ്ടാണ് റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, ആഖിറത്തിലും ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉൾക്കൊള്ളുവാനും അള്ളാഹുവിൻ്റെ ദീനിനെ ആ വിശാലതയിൽ മനസ്സിലാക്കുവാനും നമ്മെ അള്ളാഹു അനുഗ്രഹിക്കും. അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതക്കും മഖാബിർ, നിങ്ങൾ വീടുകളെ ഖബറുകളാക്കരുത്. ഖബറിൻ്റെ ഒരു പ്രത്യേകത ശാന്തമായ ഒരു ലോകമാണെന്നതാണ്. അപ്പം നമ്മുടെ വീട് അങ്ങനെ സൈലൻ്റ് ആകാൻ പാടില്ല എന്നതാണ്. വീട്ടിൽ സംസാരമുണ്ടാകണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു കൽപ്പിക്കുന്നു മകനെ അറുക്കണം. അപ്പോൾ സാധാരണ ഒരു പിതാവ് പ്രവാചകൻ എന്താണ് വേണ്ടത്? ഇസ്മായിലെ ഇങ്ങനൊരു കൽപ്പനയുണ്ട്, വരൂ കഴുത്ത് നീട്ടിത്തരൂ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഈ പിതാവ് പറയുന്നത് ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ ഇസ്മായിൽ, എന്താണ് നിൻ്റെ അഭിപ്രായം? അറുക്കണോ വേണ്ടേന്ന്? നിൻ്റെ അഭിപ്രായം എന്ത്? വെറുതെ സങ്കല്പിക്കുക. ഇസ്മായിൽ പറയുന്നു പറ്റില്ല, എന്നെ ഇറക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇബ്രാഹിം എന്ത് ചെയ്യും? ഓടിയെത്തി പിടിച്ച് കൈയും കാലും കെട്ടി ഇറക്കും? ഇല്ലല്ലോ, ഇല്ല. അള്ളാഹുവിനോട് പറയും, റബ്ബേ ഞാൻ ഇറക്കാൻ ശ്രമിച്ചു, മകൻ സമ്മതിക്കുന്നില്ല. സാങ്കല്പികമാണ്. ഇബ്രാഹിം ഇത് ചോദിക്കുന്നത്, ഇബ്രാഹിമിനറിയാം എൻ്റെ മകൻ ആരാണെന്ന്, നോ എന്ന് പറയില്ല എന്നറിയാം. എങ്കിലും ആ ചോദിച്ചല്ലോ, അത് അള്ളാഹു കൽപ്പിച്ചതല്ല. സ്വപ്നത്തിൽ ഇബ്രാഹിം മകനെ അറുക്കുന്നത് കണ്ടു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു നീ മകനോട് പെർമിഷൻ ചോദിക്കണം, സമ്മതിച്ചറക്കണം എന്നുള്ളത് പറയില്ലല്ലോ. പക്ഷേ ഈ പെർമിഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടീൻ ഏജ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമുണ്ട് പാരൻറ്റിങ്ങിൽ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഉപ്പ പോലീസാകാൻ പാടില്ല. അമ്രുഹും ഷൂറ ബൈനഹും. ഈ ഷൂറ എന്ന് പറഞ്ഞാൽ എന്താ? ഏകപക്ഷീയമായി പറയല്ല, ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ വീടിൻ്റെ ആഭ്യന്തര സൗന്ദര്യം, ഇൻറ്റേർണൽ ഹാർമണി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷനിലാണ്. ഇവിടെ ഗ്യാപ്പ് വരുമ്പോഴാണ് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ചിലപ്പോൾ ചർച്ച ചെയ്താൽ നമ്മുടെ ആഗ്രഹം നടക്കില്ല, അതുകൊണ്ടാണ് പലരും ചർച്ച ചെയ്യാത്തത്. അങ്ങനെ മതി എന്ന് തീരുമാനിക്കുന്നത്. അവരെ നമ്മൾ ഏകാധിപതികൾ എന്നാണ് വിളിക്കുക, അവരെ നമ്മൾ ധിക്കാരികളായ ഭരണാധികാരികൾ എന്നാണ് വിളിക്കുക. അങ്ങനെ ഏകാധിപതിയാകാൻ പാടില്ല. അത് നടന്നില്ലെങ്കിൽ ആ നടക്കാതിരിക്കുന്നതിൽ ഹൈറുണ്ടാവും. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കണമെന്ന് തീരുമാനിക്കരുത്. കാരണം നീ വിചാരിച്ചതൊക്കെ ശരിയല്ലല്ലോ. നിൻ്റെ വിചാരങ്ങൾ പലതും മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും ഉണ്ടെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ഒന്നല്ല. അതുകൊണ്ടാണ് നീ ഷൂർ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വിഷൻ, ആ ചർച്ചയിലൂടെ പുതിയൊരു കാഴ്ചപ്പാട് വരും. മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഗൃഹയോഗം കൂടുക, ഭാര്യയും മക്കളും
എല്ലാവരും കൂടിയിരുന്ന് വെറുതെ ഒരു പങ്കുവയ്ക്കൽ നടത്തുക. അതൊരുപാട് എന്താ പറയുക, ടെൻഷൻ വീട്ടകത്ത് കുറക്കാൻ സാധിക്കുമെന്ന് അതിൽ പരിചയമുള്ളവർ, ആ എക്സ്പീരിയൻസ് അനുഭവിച്ച ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടകം ശാന്തിയുടെ ഇടമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഈ അർത്ഥത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പെൺകുട്ടികളോട് കാര്യങ്ങൾ വൃത്തിയായി പറഞ്ഞു കൊടുക്കുക. നീ മാന്യമായ വസ്ത്രം ധരിക്കണം. എന്തിന് എന്ന ചോദ്യം അവർ പറയും. ഇവരെല്ലാവരും അങ്ങനെയല്ലോ ധരിക്കുന്നത്. അതിന് അള്ളാഹു പറഞ്ഞ മറുപടി ഫലാ യുദൈൻ എന്നാണ്. നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് നിങ്ങളുടെ ഈ ഡ്രസ് കോഡ് കൽപ്പിക്കുന്നത്. ചാക്ക് എന്നൊക്കെയാണ് കളിയാക്കുക. എന്തിനാണ് ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഈ ചാക്കടിക്കുന്നത്? ലോകത്തെവിടെയെങ്കിലും ആൺകുട്ടികൾ ഞങ്ങളതാ പീഡിപ്പിക്കപ്പെടുന്നതെന്നൊക്കെ അറിയുന്ന ചിത്രം കണ്ടിട്ടുണ്ടോ? ഈ കരച്ചിലൊക്കെ മക്കളെ പെൺകുട്ടികളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാന്യമായ ഡ്രസ്സ് ധരിക്കണം. നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് അള്ളാഹു, നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് അള്ളാഹു അത് പറയുന്നത്. പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല എന്നത് അവരെ ബോധ്യപ്പെടുത്തുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. ബോയ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിക്കരുത്. എന്തേ കാരണം? അതിനൊക്കെ എൻ്റെ റീസൺ ഖുർആൻ പറയുന്നുണ്ട്. ഫയത്തുമഅല്ലദീന ഫീ ഖൽബിഹി മറൽ ഔ കമാ ഖാല അല്ലാഹു തആല. ഹൃദയത്തിൽ രോഗമുള്ള ബോയ്സ് ഉണ്ട്, അതിന് നിന്നിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നതാണ്. നിന്നെ ഉപദ്രവിക്കാനുള്ള ഒരു അട്രാക്ഷൻ അവർക്ക് ഉണ്ടാവുന്നതാണ് ഖുർആൻ പറയുന്ന അതിൻ്റെ ലോജിക്. അതുകൊണ്ട് അവർക്ക് അവരുടെ രോഗം വർദ്ധിപ്പിക്കാൻ മോളെ നിൻ്റെ സംസാരം കാരണമാകരുത്. പെൺകുട്ടികളോട് ആ അർത്ഥത്തിൽ പറയണം. ഭാര്യ ഭർത്താക്കന്മാർ അവരോട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ. നിൻ്റെ ഇണയിൽ ഒരു ദുസ്വഭാവം ആണ് നിനക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്നത്, ഇത് മേലെന്ന് പോയാൽ മതി, തൊലാക്കേ പരിഹാരമുള്ളൂ എന്ന് നീ വിചാരിക്കാൻ കാരണം അവളുടെ അല്ലെങ്കിൽ അയാളുടെ ആ സ്വഭാവമാണ്. റളിയ മിൻഹ ആഖർ, എന്നാൽ നീ ഒന്ന് നോക്കിയേ എത്ര നല്ല ഗുണങ്ങൾ അവൾക്കുണ്ട്, വേറെ എത്രയോ നല്ല ഗുണങ്ങൾ അയാൾക്കുണ്ട്. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു പോസിറ്റീവ് ഐസ്, അവളിലെ നന്മ കാണാൻ ശ്രമിക്കുക, അപ്പം നിനക്ക് സമാധാനം ഉണ്ടാവും. അവനിലെ നന്മ കാണാൻ ശ്രമിക്കുക, സമാധാനം ഉണ്ടാവും. നേരെ മറിച്ച് നീ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ തിന്മയിലേക്ക് ഫോക്കസ് ചെയ്താൽ നിനക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇത് റസൂൽ പഠിപ്പിച്ച ഒരു സൈക്കോളജിയാണ്. മുഖ്യമന്ത്രി ചിരിച്ചപ്പോൾ ആ എക്സ്പ്രഷൻ വൈറലായി. എന്താ കാരണം? ഒരു അത്ഭുതമാണത്. ചിരി നഷ്ടപ്പെട്ടവർ, ഈ നേതാവായി കഴിഞ്ഞാൽ ചിരി കൊണ്ട് പോകുമല്ലോ. പള്ളി പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഹത്തീബിനെ കണ്ടില്ലേ നിങ്ങൾ? മുഖം ഭയങ്കര, കാരണം ഭയങ്കര ഈമാനല്ലേ. മുഹമ്മദ് നബി അങ്ങനെ ആയിരുന്നില്ല, എപ്പോഴും ചിരിക്കുന്ന ആളായിരുന്നു. മറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തബസ്സിമ. അപ്പോൾ ഇയാൾ ചിരിക്കാനുണ്ടപ്പോൾ പിള്ളേർക്ക് ഭയങ്കര അത്ഭുതം, ജൻസിയൊക്കെ അത്ഭുതപ്പെട്ട്, എന്ത് ചിരിക്കേ, മുഖ്യമന്ത്രി ചിരിക്കുക. പ്രത്യേകിച്ച് തൊട്ട മുമ്പത്തെ അനുഭവം അവർക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ പുഞ്ചിരിക്കുക എന്നത് സ്വതക്കയാണെന്ന് റസൂൽ പഠിപ്പിച്ചു. പിന്നെ വീട് ഈ അർത്ഥത്തിൽ ഒരു ഖബറാകരുതെന്ന് റസൂൽ പറഞ്ഞു. ഇല്ലാത്ത ജോലി ഉപയോഗത്തൊക്കെ മക്കാബർ, വീട് ഖബറാവരുത്. അവിടെ ഇടയ്ക്കൊക്കെ ചിരിക്കണം, ഇടയ്ക്ക് തമാശയൊക്കെ പറയണം, കുട്ടികളുടെ കൂടെ വാപ്പിമ്മയൊക്കെ കളിക്കണം. മുത്ത് റസൂൽ ഓടിയല്ലോ ആയിഷയുടെ കൂടെ റളിയല്ലാഹു അൻഹ. ആദ്യം വിജയിച്ചു, പിന്നെ പരാജയപ്പെട്ടു എന്നൊക്കെ. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ നമ്മളെ ഭാര്യമാരായിട്ട് ഓടുന്നത് നല്ലതാണ്. പ്രായമായവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ ഒരു രോഗിയെ കണ്ടാണ്, ലുക്കീമിയ ബാധിച്ച ഒരു രോഗിയെ കണ്ടാണ്. അയാൾ കരയാണ്. പറഞ്ഞ് കരയൊന്നും വേണ്ട, അല്ലാഹുവിൻ്റെ ഖള ആണ്. അപ്പോൾ എന്തായാലും മരിക്കും നമ്മൾ. 60 കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60-നും 70-നും ഇടയിലാണ് എൻ്റെ സമുദായത്തിൻ്റെ പ്രായം എന്നാണ് റസൂൽ പറഞ്ഞത്. അഖല്ലുഹും യജുദു അലിക്ക. 70 കഴിഞ്ഞ് വളരെ കുറച്ച് ആൾക്കാരെ പോകുന്നു റസൂൽ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ഹെൽത്തിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫുൾ ബോഡി ചെക്കപ്പൊക്കെ നടക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല. ഈ ആരോഗ്യവും മരണവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് ആരോ നമ്മളെ പറഞ്ഞു പറ്റിച്ചതാണ്. ആരോഗ്യവും മരണവും തമ്മിലൊരു ബന്ധമില്ല. കുറേ എക്സസൈസൊക്കെ ചെയ്തിട്ട് അയാൾ മരിച്ചില്ല എന്നാണ് ആരോ പറഞ്ഞത്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ മരണം വരെ ആരോഗ്യത്തോടെ നിൽക്കാനാണ്. വ്യായാമം എന്ന് പറയുന്നത് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു റസൂലൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്. രാത്രി നേരത്തെ ഉറങ്ങണം എന്നാണ്. രാത്രി നേരത്തെ ഉറങ്ങണമെങ്കിൽ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കണം. ഇതില്ലാതെ നീ എത്ര ജിമ്മിന് പോയിട്ടും കാര്യമില്ല. വജഅൽന നൗമക്കും സുബാത്ത വജഅൽന ലൈല ലിബാസ. രാത്രി ലൈറ്റ് ഓഫ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയാണ് ഖുർആൻ പറയുന്നത്.
അപ്പോൾ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ തലമുറയുടെ വലിയ ഒരു കൗതുകം. രാത്രി അടിച്ചു പൊളിക്കാനുള്ളതല്ല, രാത്രി ശാന്തമായി ഉറങ്ങാം. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ബോഡിയിലുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മെലറ്റോണിൻ, അതിൻ്റെ അഭാവമാണ് ഈ കുട്ടികളുടെ മുഖത്തെ ചിരി നഷ്ടപ്പെടുന്നത്, എപ്പോഴും ദേഷ്യം ഉണ്ടാകുന്നത്. അതൊക്കെ ഈ ഉറക്കവുമായി ബന്ധമുണ്ടെന്നൊക്കെയാണ്. ഇതൊന്നും റസൂൽ പറഞ്ഞതല്ല, പുതിയ കാലഘട്ടത്തിലെ ശാസ്ത്രത്തിൻ്റെ പഠനത്തിൽ പറയുന്ന കാര്യം നമ്മൾ ഞെട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെയുള്ള ഒരു അദബ് നഖീബുൽ അത്താസ് പങ്കുവെച്ച ഇന്ന് മുസ്ലിം സമുദായത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ട്രാജഡി രാഷ്ട്രീയ ദൗർബല്യമല്ല, അദബിൻ്റെ നഷ്ടമാണ്. ആ അദബ് വീണ്ടെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണക്ടിവിറ്റിയുടെ അഭാവം ഈ പുതിയ വിദ്യാഭ്യാസത്തിലെ വലിയൊരു പ്രശ്നമായി അദ്ദേഹം പറയുന്നു. കണക്ടിവിറ്റി എന്ന് പറയുന്നത് അള്ളാഹുവുമായൊരു കണക്ഷൻ വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. എത്ര വിദ്യാർത്ഥികൾ നമ്മുടെയൊക്കെ ഏത് കുട്ടിയാണ് ഇങ്ങനെ ഒന്ന് കൈപിടിച്ച് റബ്ബെന്നെ കാക്കണമെന്ന് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഖുർആനൊന്നും ഇങ്ങനെ വെറുതെ പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ ഓതണ ഒരു +2കാരനെ, ഒരു ഡിഗ്രിക്കാരനെ നമുക്ക് അത്ഭുതമല്ലേ? നമുക്ക് ഈ കണക്ഷൻ നഷ്ടപ്പെട്ടതാണ് അവരുടെ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ അപകടം എന്നാണ് നഖീബുൽ അത്താസ് പറയുന്നത്. അള്ളാഹുമായുള്ള കണക്ഷൻ, ഉപ്പയും ഉമ്മയുമായുള്ള ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്യുക, ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്യുക. അല്ല, ജയിലിൽ നിന്ന് ആ റഹീം വന്നപ്പോൾ ആ ഉമ്മ വാരിപ്പുണർന്ന് ആ ഉമ്മ അത്രമാത്രം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് റഹീം രക്ഷപ്പെട്ടത്. ആ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഉമ്മയെ വാരിപ്പുണരുക, ഉപ്പയെ ഹിദ്മത്ത് ചെയ്യുക. താടിയും മുടിയൊക്കെ നരച്ച ഒരാൾ മൂലയിലുണ്ട്, പണ്ട് ആരോഗ്യമുള്ള ആളായിരുന്നു. ആ വല്യമ്മയെ പരിഗണിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രകൃതി ചുറ്റുവട്ടം മഴ പെയ്യാണിപ്പോൾ. മഴ ഇതുവരെ പെയ്യാതെ വന്നപ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി. തീയായിരുന്നു ഇവിടെ, 50 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പോയി. അവസാനം അല്ലാഹു മഴ തന്നപ്പോൾ പത്രങ്ങളും മീഡിയകളൊക്കെ പറയണത് ദേ വരുന്നു ഭീകരമായ മഴ, ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ഇടിമിന്നലേറ്റ് മരിക്കുന്നു, പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയണില്ല ആരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അനുഭവിച്ച ചൂടിന് പകരം കുളിർമഴ അൽഹംദുലില്ലാ എന്ന് പ്രാർത്ഥിച്ചവർ എത്ര പേരാണുള്ളത്? ഈ ഭൗതിക ശാസ്ത്രം ഇതൊക്കെ യാദൃച്ഛികമാണ് പറയുന്നത്. ഇത് യാദൃച്ഛികമല്ല, ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. മുഹമ്മദ് നബി ഇങ്ങനെ മഴ പെയ്യുമ്പോൾ മഴയിലിറങ്ങി നടക്കാറുണ്ടായിരുന്നു, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇത്തരം ട്രാപ്പുകളിലൊന്നും പെടരുത്. അള്ളാഹുവിനോട് പറയാം. മിന്നലേറ്റ് മരിക്കുകയൊക്കെ ചെയ്യും. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഇടിക്കുന്നില്ലേ, എന്താ കാര്യം? റോഡിനെ ആരെങ്കിലും കുറ്റം പറയും? അതൊക്കെ അള്ളാഹുവിൻ്റെ സുന്നത്താണ്. ആകെ 4 പേര് മരിക്കുമ്പോഴേക്ക് എത്രയോ 40 കോടി മനുഷ്യർ ഇതിൻ്റെ സുഖം അനുഭവിക്കുന്നു. 4 പേർ മരിക്കുമ്പോഴേക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ പിന്നിലൊക്കെ വേറെ അജണ്ടയുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ മരിക്കും. പലവിധ കാരണങ്ങളുണ്ടാവും. അതിലൊരു കാരണം മാത്രമാണത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ യഥാവധി മനസ്സിലാക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടകത്തെ അള്ളാഹു ശാന്തിയും സമാധാനവും നിറഞ്ഞതാക്കട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാജറയും ഇസ്മായിലും ജീവിച്ചതുപോലെ മനോഹരമായ കുടുംബജീവിതം അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഹൃദയത്തിൽ നെഞ്ചേറ്റി അവനിൽ സർവം സമർപ്പിച്ച് അവന് വേണ്ടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നാം എവരെയും സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ തടയണമേ റഹ്മാനെ. എല്ലാവിധ മുസീബാത്തുകളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഇടപാടുകളിൽ, ആരോഗ്യത്തിൽ, കുടുംബജീവിതത്തിൽ, മക്കളിലൊക്കെ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പാഴാക്കണമേ റഹ്മാനെ. എല്ലാവിധ നിഫാഖിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ കാക്കണമേ റഹ്മാനെ. എല്ലാവിധ കിബറിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഈമാനോടുകൂടെ മരിപ്പിക്കണമേ റബ്ബെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൻ്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹു, അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. اللهم انصر المسلمين في فلسطين وانصر المسلمين في غزة. اللهم انصر المسلمين في لبنان. اللهم انصر المسلمين في الهند. اللهم انصر المسلمين في كل مكان. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار. اللهم إنا نسألك الفردوس الأعلى. اللهم هون علينا سكرات الموت وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.